ഉണ്ണി എന്നാ പറ്റിയേ? നടുവേദനയാടോ. 2-3 മാസത്തോളായി എനക്ക്. ഇപ്പൊ വേദന കൂടാൻ തുടങ്ങിയത്. എവിടെയും കാണിച്ചിട്ടില്ല? കാണിച്ചിടോ, ഓരോ തൈലെല്ലാം പോയിട്ട് തടയിന്, പക്ഷെ വ്യത്യാസമില്ല. ഇല്ല. അതൊക്കെ നല്ലതായിരുന്നില്ല. ഒരു വൈദ്യുണ്ടല്ലോ ഇതിന്റെ അടുത്ത്. എടാ, ഒരു 1/2 കിലോമീറ്റർ പോയാല്. നല്ല ആൾ തന്നെയാ. നല്ലതാണ്. ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. പൈസ അവിടെ കുറെ. പൈസ വലിയ പൈസ ഒന്നും ഇല്ലാന്നാ പറഞ്ഞേ. ഞാൻ 2 മാസം പണിക്ക് പോകുന്നത് എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. എന്റെ അടുത്ത് പൈസ ഉണ്ടോ? പൈസ ഉണ്ട്. നമുക്ക് ഇന്ന് കാണിക്കാൻ പോകുന്ന പോയാലോ ഇന്ന്? നീ വരുവാ? പോവാ. എന്നാ വേണ്ട. എത്ര കാലമായി ഇതൊന്നും മാറ്റാൻ പറഞ്ഞിട്ട്, ഇതുവരെക്കും മാറ്റിയിട്ടില്ല. എത്ര പൈസ വരുന്നുണ്ട് പറഞ്ഞു കേൾക്കണ്ട. കണ്ട തേങ്ങ പറിക്കുന്ന ആളെയല്ലോ അവൻ്റെ ശിഷ്യനാക്കി വെച്ചിട്ട് കാണുന്നില്ലേ? എല്ലാം പാടിപ്പോയി. നനച്ചുകൂടാ അവന്. നിങ്ങള് ഒരു 1/2 മണിക്കൂർ ക്ഷമിച്ചിരിക്കണം കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞാല് അടുത്ത് മരുന്ന് കിട്ടണം കേട്ടോ. എടോ, നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ വരുന്നതിൻ്റെ ഇടയിൽ ഈ ഇംഗ്ലീഷ് മരുന്ന് ഇവിടെ കൊണ്ടേക്കരുത്. വൈദ്യർക്ക് മറവിൻ്റെ അസുഖമുള്ളതല്ലേ, അത് സമയത്തിന് തരാൻ വെച്ചിട്ടാണ് അവിടെ വെച്ചത്. ആദ്യം വൈദ്യരെ അസുഖം മാറ്റി, എന്നിട്ടല്ലേ നാട്ടുകാരെ അസുഖം മാറ്റല്. ഒന്നിങ്ങ് വന്നേ. ഇത് രാവിലെ വെറും വയറ്റിലും രാത്രിക്ക് ഭക്ഷണത്തിന് ശേഷവും കഴിക്കണം കേട്ടോ. ഇത് തീർന്ന ഉടനെ വരണേ. അടുത്ത കുപ്പി വാങ്ങണം കേട്ടോ. എല്ലാം ശരിയാവും, പേടിക്കണ്ട കേട്ടോ. എന്നാ പോയിക്കോ. വൈദ്യരതിൽ ആനച്ചവിട്ടി കാണാനില്ലല്ലോ. ആന ചവിട്ടി അല്ലടോ, ചുവടി. ആന ചുവടി. കൈ കൊണ്ടാ നോക്കണം. ശ്രദ്ധിച്ചില്ലേ? വൈദ്യുതി തന്നെ ഉണ്ട്. സ്റ്റെപ്പ് വരുമ്പോ നോക്കണേ. എന്നാ പറ്റിയേ? നടുവേദനയാണ് വൈദ്യരെ. 2-3 മാസമായി. ഇപ്പൊ വേദന കുറച്ച് അധികം. അതെയാ? സ്റ്റെപ്പ് പോലും കയറാൻ കഴിയും. നിങ്ങളൊന്ന് ഇരുന്ന് കാണിച്ചേ. കസേര എടുത്ത് ഇരിക്കാനല്ല, കസേര ഇട്ട് ഇരിക്കുന്ന പോലെ ഒന്ന് കാണിച്ചേ. ഒന്നും കൂടി അമ്മര് ഒന്നും കൂടി. വല്ലാണ്ട് വേദനയുണ്ട്. ഇത് ഭയങ്കര പ്രശ്നമാണല്ലോ. വർഷങ്ങൾക്ക് മുന്നേ ഉയരത്തിൽ നിന്ന് വീണതായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉയരത്തുനിന്ന് ഞാനൊരു 18 കൊല്ലം മുന്നേ മരത്തുനിന്ന് പൊട്ടിയിട്ട് ഞാൻ താഴെ വീണു. വെറുതെ അല്ല, അതന്നെയാ സംഭവം. പക്ഷെ അന്നേരം അങ്ങനെ വേദന അന്നേരം ആവൂല, പിന്നെ കാണിക്കാം. സാരില്ല, വൈദ്യരില്ലേ, എല്ലാം ശരിയാക്കി തരും വൈദ്യര് കേട്ടോ, പേടിക്കണ്ട. പിന്നെ എന്റെ കൈക്ക് തരിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ 2 കൈക്കും വല്ലാണ്ട് തരിപ്പ് ഉണ്ടായിട്ടുണ്ട്. ശരീരത്തിലെ എല്ലാ നാഡീ നേർവിൻ്റെയും ക്രോഡീകരണം നടക്കുന്നത് കൈയുടെ ഉൾഭാഗവും കാലിൻ്റെ അടിഭാഗത്തുമാണ്. ഞങ്ങളെ ബോഡിയിൽ എവിടെ പ്രശ്നം വരികയാണെങ്കിലും കൈ മരവിപ്പാണ് ആദ്യം അനുഭവപ്പെടും. 1 മാസത്തെ ഒരു മരുന്ന് ഞാൻ തരാം. പത്യത്തിൽ നിൽക്കണം. കോയിൻ്റെയോ പോത്തിൻ്റെയോ മുന്നിലോട്ടൊന്നും ഓടാനൊന്നും പാടില്ല കേട്ടോ. പത്യം. മുട്ട തന്നൂടെ? കോഴി മുക്കിയിടുന്ന സാധനമല്ലോടോ മുട്ട, അത് തീരെ പറ്റൂല. കറക്റ്റായിട്ട് കുടിക്കണം. അതിന് വലിയ പൈസ ഉണ്ട്, 3500 രൂപ ഒരു കുപ്പിക്ക്.
3500. അങ്ങനത്തെ 3 കുപ്പി കുടിക്കണം, എന്നാലേ നിന്റെ വേദന മാറും. പൈസ കുറച്ച് അധികമല്ലേ? നടുവേദന മാറണ്ടേ? മാറണം വൈദ്യരെ, 2 മാസമായി ആ, എന്നാല് നാളെ മുതൽ കുടിക്കാൻ തുടങ്ങിക്കോ. മരുന്ന് ഇത്രയും പൈസയാവും? ഹിമാലയത്തുനിന്ന് പറിച്ചിട്ട് വരുന്ന അതിന്റെ ഇല ചെലവുണ്ട്, മൊത്തം എനിക്ക് വിഴുങ്ങാനല്ല. അങ്ങനെയാണെങ്കിൽ ഒരു മരുന്ന് ഇപ്പം തരാം, നാളെ മുതൽ കുടിച്ചോ. അത് തീർന്ന ഉടനെ വരണം കേട്ടോ. എന്നാ ഇരിക്ക്, നിങ്ങൾ ഇരിക്ക്. ഇത് രാവിലെ ഒരു സ്പൂണ് കുലുക്കിയിട്ട് കുടിക്കണം കേട്ടോ. പിന്നെ ഒരു 1000 ഉറുപ്പ്യന്റെ ഒരു ചെലവും കൂടി ഉണ്ട് കേട്ടോ. ഇത് വെള്ളത്തിൽ ഒരു സ്പൂൺ കുറച്ച് കലക്കിയിട്ട് കുടിച്ചാൽ മതി. ഇത് ഹിമാലയത്തിലെ പൊടിയാ? ഇത് ഹിമാലയത്തിലല്ല, ഇത് മുത്തങ്ങയാണ്. മത്തങ്ങല്ല, മത്തങ്ങ അപ്പുറത്തെ പറമ്പെന്ന് വരട്ടെ. വല്ലാതെ പൈസ തന്നെയാ വൈദ്യരെ. നടുവേദന മാറണ്ടേ? നടുവേദന മാറണോ? ഇത് തീർന്ന ഉടനെ വരണം കേട്ടോ. 3 മാസം ആകുമ്പോഴത്തേക്ക് കീശ കാലിയാവല്ലോ വൈദ്യരെ. നടുവേദന മാറണ്ടേ? നടുവേദന മാറണോ? എന്നാ പിന്നെ പോട്ടെ വൈദ്യരെ. എന്നാ ശരി. ഈ വൈദ്യര് നല്ല തന്നെയാ, നീ കൂട്ടി പോകുന്ന വൈദ്യര് ആള് നല്ല തന്നെയാ. നല്ല വൈദ്യരാ. എന്റെ വാക്ക് കേട്ടിട്ടാണ് മറ്റേ വൈദ്യരെടുത്ത് ഞാൻ 3 മാസം മരുന്ന് കുടിച്ചിട്ടാണ് ഒരു മാറ്റമില്ല. എത്ര പൈസ കളഞ്ഞെന്നറിയാം. അത് നീ പറ്റത്തിൽ നിന്നുണ്ടാവില്ല, പറഞ്ഞ പോലെ കേൾക്കണ്ടേ? വൈദ്യര് പറയുന്ന പിന്നെ വെറുതെ ഇല്ല. നീ ബിരിയാണി എല്ലാം കഴിക്കുന്നുണ്ടാവും അല്ലെന്നെങ്കിലും. രണ്ടീ ദിവസം കൂടുമ്പോ ഒന്ന് തടയിക്കാൻ പറഞ്ഞു കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഓ ആയിക്കോട്ടെ. ആ, കംപ്ലീറ്റ് നീർക്കട്ടോ. ഒന്നടിച്ചേ. നല്ല എരിച്ചലും പോച്ചലും ഉണ്ടാവും കേട്ടോ. മറക്കണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് വരണം കേട്ടോ. ഭയങ്കര നടുവേദന, ഒരു രക്ഷയില്ല. എടാ, നിന്റെ നടുവേദന വൈദ്യര് മാറ്റിത്തരും കേട്ടാ. എന്റെ മുത്തച്ഛന്റെ വരെ വൈദ്യരെ മാറ്റി. എടാ കള്ളം വൈദ്യര എന്നെ ഞാൻ മാറ്റി തരാടോ. അടിക്കോടിക്കോ തലം നോക്കിട്ട് കൊണ്ട് കളരാതെ.